നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണ നീക്കം സജീവമാക്കുകയാണ് എൻ.ഡി.എ. പക്ഷേ ഇന്ത്യ സഖ്യവും വെറുതെ ഇരിക്കുന്നില്ല. സർക്കാർ രൂപീകരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഇന്ത്യ സഖ്യവും. ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗവും ഡൽഹിയിൽ ചേരുന്നുണ്ട്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രഭാത വാർത്ത ആരംഭിക്കുകയാണ്. സർക്കാർ രൂപീകരണ നീക്കവുമായി ബി.ജെ.പി. സർക്കാർ രൂപീകരണ നീക്കങ്ങൾ വേഗത്തിലാക്കാൻ ബി.ജെ.പി. ദേശീയ നേതൃത്വം ഇന്ന് എൻ.ഡി.എ മുന്നണി യോഗം ചേരും. ശേഷം അവകാശവാദം ഉന്നയിക്കും. സാഹചര്യങ്ങളെ സാധ്യമാക്കുന്ന വിധത്തിൽ അനുകൂലമാക്കാനാണ് ഇന്ത്യ മുന്നണി നീക്കമിടുന്നത്. മൂന്നാമതും സർക്കാർ ഉണ്ടാക്കുമെന്ന് അവകാശപ്പെടുമ്പോഴും ബി.ജെ.പി. നേതൃത്വം പൂർണ്ണമായും ആത്മവിശ്വാസത്തിലല്ല. സമ്മർദ്ദങ്ങൾ ശക്തമായാൽ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മറുവശത്തേക്ക് ചായുമോ എന്ന ഭീതി ബി.ജെ.പിക്കുണ്ട്. പരമാവധി വേഗത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയാണ് ഇതിനുള്ള പരിഹാരമായി ബി.ജെ.പി. കാണുന്നത്. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ള എൻ.ഡി.എ നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. ഇവരുമായി നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം രാഷ്ട്രപതിയെ കാണാനാണ് ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. സത്യപ്രതിജ്ഞ ഈ ആഴ്ച തന്നെ നടക്കാനും സാധ്യതയേറെ. പകുതി സംഖ്യ തികയ്ക്കാനായില്ലെങ്കിലും മറുവശത്ത് ഇന്ത്യ മുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇന്ത്യ മുന്നണി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുന്നത് തടയാനുള്ള സാധ്യതകൾ യോഗം പരിശോധിക്കും. നിതീഷ് കുമാർ അടക്കമുള്ള എൻ.ഡി.എ നേതാക്കളെയും മറ്റ് ചെറു പാർട്ടികളെയും കൂടെ ചേർക്കാനുള്ള തന്ത്രങ്ങളും യോഗത്തിൽ ആവിഷ്കരിച്ചേക്കും. ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണി യോഗം ഡൽഹിയിൽ ചേരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടെ അധ്യക്ഷതയിലാണ് യോഗം. വോട്ടെണ്ണൽ പൂർത്തിയായെങ്കിലും പോരാട്ടം ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. ഇത്തവണ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയ്ക്കാത്ത ബി.ജെ.പി. സർക്കാർ രൂപീകരിക്കുന്നത് തടയുകയാണ് ആദ്യ ലക്ഷ്യം. എൻ.ഡി.എയിലെ 2-3 സ്ഥാനങ്ങളിലുള്ള പാർട്ടികളുടെ നേതാക്കളായ ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരെ ഫലസൂചനകൾ വ്യക്തമായ ഘട്ടത്തിൽ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾ ബന്ധപ്പെട്ടിരുന്നു. നിതീഷ് കുമാറിന് ഉപപ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തെന്നാണ് സൂചന. പ്രധാനമന്ത്രി പദവിയോ മുന്നണി കൺവീനർ സ്ഥാനമോ വാഗ്ദാനം ചെയ്യാൻ തയ്യാറാണെന്നാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്ന് ഡൽഹിയിലെത്തുന്നുണ്ട്. ഇരുവരുമായി നേരിട്ട് ചർച്ചകൾ നടത്താൻ ശ്രമിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മറ്റ് ചെറു പാർട്ടികളുമായും സ്വതന്ത്രരുമായും ഇന്ത്യ നേതാക്കൾ ചർച്ചകൾ ആരംഭിച്ചു. കൂട്ടുകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിക്ക് മെയ് വഴക്കമില്ലെന്നാണ് ഇന്ത്യ മുന്നണിയുടെ വിലയിരുത്തൽ. നീക്കങ്ങൾ ഉടൻ ഫലം കണ്ടില്ലെങ്കിലും ബി.ജെ.പിയെ താഴെയിറക്കാൻ കഴിയുന്ന ഒരവസരവും പാഴാക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ആവിഷ്കരിക്കും. 24, ഡൽഹി. സംസ്ഥാനത്ത് യു.ഡി.എഫിനുണ്ടായ മിന്നും വിജയം പ്രതിപക്ഷ മുന്നണിക്ക് വലിയ ആശ്വാസം പകരുന്നതാണ്. നിലവിലുണ്ടായ യു.ഡി.എഫ് അനുകൂല തരംഗം വരുന്ന പഞ്ചായത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിലനിർത്താൻ മുന്നണിക്ക് പണിപ്പെടേണ്ടി വരും. മിന്നും വിജയത്തിനിടയിലും തൃശൂരിൽ 3ാം സ്ഥാനത്തായ നാണക്കേട് മറക്കാനുമാകില്ല. 2020 എന്നായിരുന്നു തുടക്കം മുതലുള്ള യു.ഡി.എഫ് നേതാക്കളുടെ പുറമെയുള്ള ആത്മവിശ്വാസം. എന്നാൽ 2019 സമാനമായ ഒരു തരംഗം ഇത്തവണ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. 2020 സാധ്യമായില്ലെങ്കിലും 20-ൽ 18 ജയിച്ച യു.ഡി.എഫിന് ഇനി മുന്നിലുള്ളതും വലിയ അഗ്നിപരീക്ഷ. നിലവിലെ ട്രെൻഡ് നിലനിർത്താൻ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാവില്ല. ചേലക്കരയിലും പൊരുതാൻ ഉറച്ചുതന്നെയാകും പടയൊരുക്കം. 2 മണ്ഡലങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി വയനാട് രാജിവെച്ചാൽ മുന്നണിക്ക് ദൗത്യമേറും. പിന്നാലെ എത്തുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനും നന്നേ പണിപ്പെടേണ്ടിവരും. പല മണ്ഡലങ്ങളിലും പ്രതീക്ഷിച്ചതിലുമധികം ഭൂരിപക്ഷം ലഭിച്ച ആത്മവിശ്വാസമുണ്ട് യു.ഡി.എഫിന്. എന്നാൽ തൃശൂരിലെ 3ാം സ്ഥാനം മുന്നണിക്കേൽപ്പിച്ച പരുക്ക് ചെറുതല്ല. 1 ലക്ഷത്തോളം വോട്ട് കുറഞ്ഞതിന് മറുപടി പറയേണ്ടിവരും. നേതൃത്വത്തോടുള്ള എതിർപ്പ് പരസ്യമാക്കി കെ മുരളീധരൻ രംഗത്തെത്തിയത് നിലവിലെ വിജയത്തിന്റെ നിറം കെടുത്തും. തൽക്കാലം പൊതുരംഗത്തേക്കില്ലെന്ന് പരസ്യമായി നിലപാടെടുത്തെങ്കിലും കെ മുരളീധരനെ പാർട്ടി ഇനി എങ്ങനെ പരിഗണിക്കുമെന്നതും ശ്രദ്ധേയമാണ്. കയ്യിലുണ്ടായിരുന്ന ആലത്തൂരിലെ പരാജയവും ക്ഷീണമായി. ആറ്റിങ്ങലിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. 18ന്റെ മധുരമുണ്ടെങ്കിലും പൂവിരിച്ച വഴിയാവില്ല വരും തെരഞ്ഞെടുപ്പുകളിൽ യു.ഡി.എഫിന് മുന്നിലുള്ളത്. കല്ലും മുള്ളും ചവിട്ടി കടന്നു വേണം മുന്നോട്ടു പോകാൻ. സലിം മാലിക്, 24, തിരുവനന്തപുരം.
ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. പത്തനംതിട്ട കല്ലേലിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി. കല്ലേലി UP സ്കൂളിന് സമീപത്തെ വീടിന് മുന്നിലാണ് കാട്ടാനക്കൂട്ടം എത്തിയത്. ഏറെ നേരത്തിന് ശേഷം കാട്ടാനകൾ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്തേക്ക് മടങ്ങുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പക്ഷേ ഇതൊരു സ്ഥിരം ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു പ്രദേശം തന്നെയാണ് ഈ കല്ലേലി മേഖല. നമ്മൾ നിരവധി തവണ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും നാട്ടുകാർ വലിയ പ്രതിഷേധമൊക്കെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കൊക്കെ നടത്തുകയും ചെയ്തൊരു മേഖല തന്നെയാണ്. എന്തായാലും ഇന്നലെ രാത്രി ഒരു 10:30 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ കാട്ടാന കൂട്ടം ഇറങ്ങിയത്. ഏതാണ്ട് 2 മണിക്കൂറോളം ഇവിടെ തമ്പടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് 24-ന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 8ഓളം വരുന്ന കാട്ടാനക്കൂട്ടമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നേരത്തെ കല്ലേലി എസ്റ്റേറ്റ് ഭാഗത്ത് ഈ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നുവെങ്കിലും 1-2 കാട്ടാനകൾ മാത്രമാണ് ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി ഇറങ്ങാറുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായ 8-അംഗ സംഘമാണ് പൂർണ്ണമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കല്ലേലി UP സ്കൂളിന് സമയത്ത് ഒരു വീടിന് മുൻവശത്തേക്ക് ഇറങ്ങി വീട്ടുകാരും ആ പ്രദേശവാസികളും ഒക്കെ ടോർച്ചടിച്ചും മറ്റുമാണ് ഇത്തരത്തിൽ കാട്ടാനകളെ ഓടിച്ചത്. വനപാലകർ കാര്യമായി എത്തിയില്ല എന്ന ഒരു ആക്ഷേപവും നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ വനം വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം, ഈ കാട്ടാനകളെ എത്രയും പെട്ടെന്ന് ജണ്ട കെട്ടിത്തിരിച്ച വനാതിർത്തി കടത്തി വിടണമെന്ന ഒരാവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. ഉന്മേഷം. ശരി ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമെന്ന് പൊതുവിലയിരുത്തൽ. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ സാമ്പത്തിക ആരോപണങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള ജനകീയ പദ്ധതികൾ മുടങ്ങിയതും പരാജയത്തിന്റെ ആഘാതം കൂട്ടി. UDFന് അനുകൂലമായ തരംഗം പ്രചാരണവേളയിൽ പ്രത്യക്ഷമായിരുന്നില്ലെങ്കിലും നിശബ്ദ തരംഗം ആഞ്ഞടിച്ചുവെന്നും ഇടത് ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. CPIMന്റെ പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും വിള്ളലുണ്ടാക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലം. മികച്ച സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചെങ്കിലും അടിമുടി കാലിടറിയുന്നതിന്റെ കാരണങ്ങളാണ് ഇടത് ക്യാമ്പ് പരിശോധിക്കുന്നത്. UDFന്റെ സിറ്റിംഗ് MPമാർക്കെതിരായ വികാരത്തിനും അപ്പുറമായിരുന്നു പിണറായി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമലയും രാഹുൽ ഗാന്ധിയുടെ വരവുമാണ് LDFന്റെ അടിത്തറ ഇളക്കിയത്. ആ രാഷ്ട്രീയ സാഹചര്യം അപ്പാടെ മാറി. രാഹുൽ ഗാന്ധി സിറ്റിംഗ് MP മാത്രമായിരുന്നു ഇത്തവണ. ശബരിമലയും മറികടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതുമാണ് LDF. UDFന് അനുകൂല തരംഗമുണ്ടാക്കുന്ന ഒന്നും പ്രത്യക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ല. പല UDF MPമാരും മണ്ഡലത്തിനു വേണ്ടി പ്രവർത്തിച്ചില്ലെന്ന വിമർശനവും ശക്തമായിരുന്നു. എന്നിട്ടും ഇത്തവണ തിരിച്ചടിച്ചു. എല്ലാത്തിനും മേലെയായിരുന്നു ഭരണവിരുദ്ധ വികാരം. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഉയർന്ന ആരോപണങ്ങൾ വിശ്വാസ്യതാ പ്രശ്നമുണ്ടാക്കി. ആരോപണങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാത്ത മുഖ്യമന്ത്രിയുടെ സമീപനവും വോട്ടർമാരെ UDFലേക്ക് എത്തിച്ചു. രണ്ടാം പിണറായി സർക്കാരിന് ഒന്നാം പിണറായി സർക്കാരിനെ പോലെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതും തിരിച്ചടിയായി. പാലക്കാട്ടെയും ചേലക്കരയിലെയും ഉപതെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും CPIMന് നിർണായകമാണ്. ലോക്സഭാ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയും സർക്കാരും വരുത്തുന്ന തിരുത്തൽ സമീപനമാകും ഇനി ചർച്ചയാവുക. 24 തിരുവനന്തപുരം. കേരളത്തിൽ താമര വിരിയില്ലെന്ന UDF LDF മുന്നണികളുടെ ആത്മവിശ്വാസത്തിനേറ്റ പ്രഹരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. അക്കൗണ്ട് തുറന്നത് മാത്രമല്ല, വോട്ട് വിഹിതത്തിലെ വർധനയും ഉൾപ്പെടെ BJPക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ ഏറെയാണ്. കേരളത്തിൽ ആത്മവിശ്വാസം നൽകിയ ഫലമാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ഇനിയാണ് അഗ്നിപരീക്ഷ. തൃശൂരിങ് എടുത്തത് മാത്രമല്ല, സംസ്ഥാനത്താകെ BJP വോട്ടെണ്ണത്തിൽ നടത്തിയതും വൻ കുതിച്ചുചാട്ടം. തൃശൂരിൽ സുരേഷ് ഗോപിയിലൂടെ താമര വിരിയിച്ചതിനൊപ്പം തിരുവനന്തപുരത്ത് തുടർച്ചയായ 3-ാം തവണയും 2-ാം സ്ഥാനത്തെത്തിയതും വരും തെരഞ്ഞെടുപ്പുകളിൽ പ്രതീക്ഷയാവുന്നു. എങ്കിലും 2-ൽ നിന്നും മുന്നോട്ട് പോകാൻ തിരുവനന്തപുരത്ത് കഴിയില്ല എന്നത് തിരിച്ചടി. 3-ാം സ്ഥാനത്തായെങ്കിലും ആറ്റിങ്ങലിലെ അപ്രതീക്ഷിത മുന്നേറ്റം പാർട്ടിക്ക് ആത്മവിശ്വാസം കൂട്ടും. 2019-ൽ 10%-ൽ നിന്ന് 24%-ആയി വോട്ട് വിഹിതം ഉയർത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി സമാഹരിച്ച വോട്ടെന്നായിരുന്നു ഇടത് വലത് മുന്നണികളുടെ ന്യായീകരണം. 3,11,779 വോട്ടുകളാണ് ഇത്തവണ വി മുരളീധരൻ സ്വന്തമാക്കിയത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ BJP വലിയൊരു വോട്ട് ബാങ്ക് സ്ഥിര നിക്ഷേപമാക്കിയെന്ന വ്യക്തമായ സൂചന. ആലപ്പുഴയിൽ BJPക്ക് ഒറ്റയടിക്ക് വർദ്ധിച്ചത് 1,00,000-ലധികം വോട്ട്. പോൾ ചെയ്തതിന്റെ 28.3% വോട്ട് നേടി ശോഭാ സുരേന്ദ്രൻ കനൽ തരിക്കെടുത്തിയതിലെ പ്രധാന പങ്കുവഹിച്ചു. ആലത്തൂരിലും കാസർഗോഡും കോഴിക്കോടും BJP വോട്ടുകളിൽ നിർണായക വർധനവുണ്ടായി. പ്രതീക്ഷിച്ച മുന്നേറ്റം പത്തനംതിട്ടയിൽ ഉണ്ടാക്കാനായില്ല എന്നത് മാത്രമാണ് തിരിച്ചടി. 1 മുതൽ 3 വരെ സീറ്റുകൾ കേരളത്തിലെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം ശരിവെക്കുന്ന തരത്തിലായിരുന്നു പ്രകടനം. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് സ്വീകാര്യനല്ലാത്ത സുരേഷ് ഗോപി വിജയിച്ചതും ശോഭാ സുരേന്ദ്രൻ വോട്ട് ഉയർത്തിയതും ദഹിക്കാത്തവരും പാർട്ടിയിൽ തന്നെയുണ്ട്.
മുന്നേറ്റം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണമെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇനിയും ഏറെ പണിപ്പെടാനുണ്ടെന്നർത്ഥം. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും തൃശൂരിലും നിർണായകമായത് ക്രൈസ്തവ വോട്ടുകളാണ്. തിരുവനന്തപുരത്ത് ലത്തീൻ അതിരൂപതാ വോട്ടുകൾ BJPക്കും കോൺഗ്രസിനും ഒരുപോലെ പോൾ ചെയ്തു. തൃശൂരിലും ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് അനുകൂലമായി. പ്രതീക്ഷിച്ച ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കാത്തത് ഇടതുമുന്നണിക്ക് കനത്ത തിരിച്ചടിയായി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം വ്യക്തി കേന്ദ്രീകൃതമായിരുന്നുവെങ്കിലും നിർണായക സ്വാധീനം ചെലുത്തിയത് ന്യൂനപക്ഷ വോട്ടുകൾ. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിൽ വരുന്ന 1 ലക്ഷത്തിലധികം വോട്ടുകളിൽ ഭൂരിഭാഗവും സുരേഷ് ഗോപിക്ക് നേട്ടമായി. ചാവക്കാട് മുതൽ എങ്ങണ്ടിയൂർ വരെയുള്ള തീരദേശ മേഖലകളിലെ മുസ്ലിം വോട്ടുകളിലും വിള്ളലുണ്ടായെന്നാണ് വിലയിരുത്തൽ. അതേ സാഹചര്യമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും പ്രകടമായത്. തോൽവി മുന്നിൽ കണ്ട തെരൂരിനെ കൈപിടിച്ചു കയറ്റിയ തീരദേശ മേഖലയിൽ നിന്ന് പോലും പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിച്ചില്ല. പരസ്യമായി RSS വിരുദ്ധ നിലപാട് ലത്തീൻ അതിരൂപത സ്വീകരിച്ചെങ്കിലും ഒരു വിഭാഗം ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് പോയി. ഒരു ഘട്ടത്തിലും തീരദേശ മേഖലകളിൽ ഇടതുമുന്നണിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. ആറ്റിങ്ങലിലെ ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായി UDFിലേക്ക് പോയതാണ് തോൽവിക്ക് കാരണമായി LDF പ്രാഥമികമായി വിലയിരുത്തുന്നത്. ക്രൈസ്തവ സഭകൾ സമദൂര നിലപാട് സ്വീകരിച്ചെങ്കിലും വോട്ടെടുപ്പിലെ അവസാനവട്ട അടിയൊഴുക്കുകൾ നിയന്ത്രിക്കാനായില്ല. ഇതാണ് മുന്നണികളുടെ ജയപരാജയങ്ങളിൽ ഏറെ നിർണായകമായതും. 24 തിരുവനന്തപുരം. തുടർച്ചയായ 4ാം തവണയും വടകര കൈപ്പിടിയിൽ ഒതുക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ UDF. രാഷ്ട്രീയം, വിവാദങ്ങളും നിയമ പോരാട്ടങ്ങളും നിറഞ്ഞാടിയ മണ്ഡലത്തിൽ UDF കണക്ക് കൂട്ടിയതിന്റെ ഇരട്ടി ഭൂരിപക്ഷത്തിലാണ് ഷാഫി പറമ്പിൽ വിജയിച്ചത്. വടകരയിലെ കനത്ത തിരിച്ചടി പ്രത്യേകം പരിശോധിക്കാനാണ് LDF തീരുമാനം. UDF സമ്മർദ്ദത്തിന് വഴങ്ങി പാലക്കാട് നിന്നും വടകരയിലേക്ക് ട്രെയിൻ കയറുമ്പോൾ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്തരമൊരു മിന്നും വിജയം. ആഞ്ഞുവീശിയ UDF തരംഗത്തിനൊപ്പം ന്യൂനപക്ഷ വോട്ടുകളും യുവാക്കളുടെ വോട്ടുകളും ഷാഫി വാരിക്കൂട്ടി. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ തലശ്ശേരി മാത്രമാണ് ആദ്യാവസാനം KK ശൈലജയ്ക്കൊപ്പം നിന്നത്. കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കൊയിലാണ്ടി, കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങി നിയമസഭാ മണ്ഡലങ്ങളിൽ UDFന് മുഴുവൻ റൗണ്ടിലും ആധിപത്യം ലഭിച്ചു. KK ശൈലജയുടെ ജനകീയതയും സ്ത്രീ വോട്ടർമാർക്കിടയിലെ സ്വാധീനവും മന്ത്രിയായിരിക്കെയുള്ള മികച്ച പ്രകടനവും വോട്ടാകുമെന്ന LDF പ്രതീക്ഷയാണ് തകർന്നത്. 1000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്ന കണക്കാണ് 1,14,506 വോട്ടിന്റെ പരാജയത്തോടെ തെറ്റിയത്. എന്നാൽ BJP വോട്ട് മറിച്ചെന്ന് LDF ആരോപിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് പിടിക്കാൻ പ്രഫുൽ കൃഷ്ണയിലൂടെ NDAയ്ക്കുമായി. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം നടന്ന 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് LDFന് വടകര മണ്ഡലം നഷ്ടമാകുന്നത്. പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ CPMന് കളം പിടിക്കാൻ കഴിഞ്ഞതുമില്ല. ഇപ്പോഴും LDFന്റെ ബാലികേറാമലയായി വടകര തുടരുന്നു എന്ന് ചുരുക്കം. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. കോഴിക്കോട്ടെ വമ്പൻ തോൽവിയുടെ ആഘാതത്തിലാണ് LDF. ചെങ്കോട്ടകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മണ്ഡലങ്ങളിലും MK രാഘവൻ ലീഡ് നേടിയത് CPIMന് തലവേദനയാണ്. വിജയം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിയ ഭൂരിപക്ഷം UDFും പ്രതീക്ഷിച്ചിരുന്നില്ല. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ഇടത് MLAമാർ, അതിൽ മന്ത്രിമാരുടെ മണ്ഡലങ്ങളും ഉൾപ്പെടും. എന്നിട്ടും എളമരം കരീം തോറ്റത് 1.5 ലക്ഷത്തോളം വോട്ടിന്. മന്ത്രി AK ശശീന്ദ്രന്റെ മണ്ഡലമായ എലത്തൂരും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മണ്ഡലമായ ബേപ്പൂരും അടക്കം കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ബേപ്പൂരിൽ MK രാഘവന് 19,561 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. എലത്തൂരിലാകട്ടെ 10,491 വോട്ടാണ് MK രാഘവന് കൂടുതലായി കിട്ടിയത്. ഇടതിന് വ്യക്തമായ ആധിപത്യമുണ്ടായിരുന്ന ബാലുശ്ശേരിയിലും കോഴിക്കോട് നോർത്തിലും സൗത്തിലും കുന്നമംഗലത്തും MK രാഘവന് വലിയ ഭൂരിപക്ഷം കിട്ടി. UDF മണ്ഡലമായ കൊടുവള്ളിയിൽ വോട്ട് ഇരട്ടിയോടടുത്തായി. രാഹുൽ തരംഗത്തിൽ പോലും ഇല്ലാത്ത വിധത്തിൽ കുതിച്ചുയർന്ന ഭൂരിപക്ഷമാണ് ഇത്തവണത്തേത്. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും എളമരം കരീം മുന്നിട്ട് നിന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. 2009 വെറും 838 വോട്ടിന് ജയിച്ചു തുടങ്ങിയ MK രാഘവൻ ഘട്ടം ഘട്ടമായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 4ാം തവണ ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ പിൻബലത്തിലാണ്. നിലവിലെ രാജ്യസഭാ MPയെ തന്നെ ഇറക്കി കളം പിടിക്കാമെന്ന മോഹം പൊലിഞ്ഞതിന്റെ നിരാശയിലാണ് LDF ക്യാമ്പ്. 2019 നേടിയ 1,61,216 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടാനായതിന്റെ ആശ്വാസത്തിലാണ് NDA. 24 കോഴിക്കോട്.
മുഖ്യമന്ത്രിയുടെയും CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും മണ്ഡലങ്ങളിലെ പാർട്ടി കോട്ടകളിൽ കടന്നുകയറിയാണ് കണ്ണൂരിൽ കെ സുധാകരന്റെ വിജയം. ജില്ലാ സെക്രട്ടറിയെ തന്നെ അംഗത്തിന് ഇറക്കിയിട്ടും ഇടത് വോട്ടുകളുടെ ചോർച്ച തടയാൻ കഴിഞ്ഞില്ല. പരാജയത്തെക്കാൾ ശക്തി കേന്ദ്രങ്ങളിലെ തിരിച്ചടിയാണ് കണ്ണൂർ CPIMനെ ഞെട്ടിച്ചത്. കണ്ണൂരിലെ പരാജയം LDFന് അപ്രതീക്ഷിതമായിരുന്നില്ല. എന്നാൽ ഇടത് കോട്ടകളിലെ വോട്ട് ചോർച്ചയാണ് CPIMനെ ഞെട്ടിച്ചത്. ജില്ലാ സെക്രട്ടറിക്ക് പാർട്ടി വോട്ടുകൾ ഉറപ്പിച്ചു നിർത്താനാകുമെന്നായിരുന്നു CPIM പ്രതീക്ഷ. എന്നാൽ 2019 കനത്ത തോൽവി. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലത്തിൽ പാർട്ടി നേരിട്ടത് കനത്ത തിരിച്ചടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദൻ 22,689 വോട്ടുകൾക്ക് ജയിച്ച തളിപ്പറമ്പിൽ കെ സുധാകരന് 8,787 വോട്ടുകളുടെ ഭൂരിപക്ഷം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലമായ ധർമ്മടത്താകട്ടെ വൻ വോട്ട് ചോർച്ച. പിണറായി വിജയൻ 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ ധർമ്മടത്ത് LDFന് ലഭിച്ചത് കേവലം 2,616 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ മട്ടന്നൂരിലും LDF വിറച്ചു. KK ശൈലജയ്ക്ക് 60,963 വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ച മട്ടന്നൂരിൽ MV ജയരാജന് ഭൂരിപക്ഷം 3,014 മാത്രം. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമെന്ന MV ജയരാജൻ. പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള രാഷ്ട്രീയ സാമൂഹിക സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും. ഇടത് വോട്ടുകളും ലഭിച്ചെന്ന് കെ സുധാകരൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വളരെ ബുദ്ധിപൂർവമായ ആസൂത്രണം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ചലനങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു മാറ്റമാണിത്. നമ്മൾ ഈ പ്രവർത്തനം ഇലക്ഷന് വേണ്ടിയുള്ള പ്രവർത്തനം തുടങ്ങിയത് ഇന്നലെയല്ല. ഒരുപാട് നേതാക്കന്മാരുടെ സേവനം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രതിചലനമാണ് ഈ റിസൾട്ട് എന്ന് മനസ്സിലാക്കുക. പിടിച്ചു നിൽക്കാനാകുമെന്ന LDF പ്രതീക്ഷിച്ചിടത്തൊക്കെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചുപോയി. ന്യൂനപക്ഷ വോട്ടുകൾ തുണച്ചതേയില്ല. UDF തരംഗമെന്ന ന്യായത്തിനും മറികടക്കാനാവാത്തതാണ് 1,00,000 വോട്ടിലധികമുള്ള കെ സുധാകരന്റെ ഭൂരിപക്ഷം. ഇടതു കോട്ടകളിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയാണ് കെ സുധാകരന്റെ വൻ ഭൂരിപക്ഷത്തോടെയുള്ള ആധികാരിക വിജയം. പരാജയത്തിന്റെ ക്ഷീണം മറികടക്കൽ CPIMന് ഒട്ടും എളുപ്പമാകില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ ഹാട്രിക് വിജയം CPIM കേന്ദ്രങ്ങൾക്കുണ്ടാക്കിയത് കനത്ത പ്രഹരമാണ്. സിനിമാ താരവും MLAയുമായ M മുകേഷിനും പ്രേമചന്ദ്രന്റെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനായില്ല. മണ്ഡലത്തിൽ BJP ആകട്ടെ നില മെച്ചപ്പെടുത്തി. കൊല്ലത്ത് NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താമെന്ന CPIM മോഹം ഇത്തവണയും ഫലം കണ്ടില്ല. മുകേഷിലൂടെ പ്രേമചന്ദ്രനെ തളയ്ക്കാമെന്ന CPIM കണക്കൂട്ടൽ തെറ്റായും തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം. ചെങ്കോട്ടെയെന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ ലീഡോടെയാണ് NK പ്രേമചന്ദ്രൻ ഭിന്നിക്കൊടി പാറിച്ചത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രചരണത്തിനെത്തിയ മണ്ഡലത്തിലെ കനത്ത തോൽവി പാർട്ടി കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചു. സ്വന്തം ബൂത്തിൽ M മുകേഷ് 3ാം സ്ഥാനത്ത് പോയത് നാണക്കേടുമായി. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തവണയും ലീഡ് നിലനിർത്തിയാണ് NK പ്രേമചന്ദ്രൻ വിജയിച്ച് കയറിയത്. പ്രേമചന്ദ്രൻ BJPയിലേക്ക് എന്ന് തുടങ്ങി പ്രധാനമന്ത്രിക്കൊപ്പമുള്ള ചായ സൽക്കാരം വരെയുള്ള CPIM പ്രചരണ ആയുധങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ജനം പ്രേമചന്ദ്രനായി വോട്ട് കുത്തിയത്. G കൃഷ്ണകുമാറിലൂടെ 1.5 ലക്ഷം വോട്ട് ലക്ഷ്യമിട്ട് മത്സരിച്ച NDAയ്ക്കും നിരാശപ്പെടേണ്ടി വന്നില്ല. വിജയിക്കാനായില്ലെങ്കിലും പ്രേമചന്ദ്രന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മുകേഷിലൂടെ കഴിയുമെന്ന CPIM ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ കൂടിയാണ് അസ്ഥാനത്തായത്. പ്രേമചന്ദ്രനെ മലർത്തിയടിക്കാമെന്ന CPIM മോഹമാണ് 3ാം തവണയും കൊല്ലത്ത് പൊലിഞ്ഞത്. എവിടെയാണ് പിഴച്ചതെന്ന് CPIM ഇടകീറി പരിശോധിച്ചേ മതിയാവും. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. പാട്ടും പാടി വിജയിക്കുമെന്ന് UDF ഉറപ്പിച്ച മണ്ഡലമാണ് ആലത്തൂർ. കരുത്തനായ സ്ഥാനാർത്ഥിയെ നിർത്തി LDF മണ്ഡലം തിരിച്ചുപിടിച്ചപ്പോൾ എവിടെയാണ് വോട്ട് ചോർന്നത് എന്ന് പരിശോധിക്കുകയാണ് UDF ക്യാമ്പ്. NDA സ്ഥാനാർത്ഥി മുൻ തവണത്തേക്കാൾ 1,00,000 വോട്ടുകൾ അധികം പിടിച്ചതും കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളുമാണ് UDFന്റെ പരാജയം ഉറപ്പിച്ചത്. 2019 മികച്ച ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലം അട്ടിമറിയിലൂടെ സ്വന്തമാക്കിയത്. അതേ ആത്മവിശ്വാസത്തോടെ 2024 മത്സരിക്കാൻ ഇറങ്ങിയെങ്കിലും പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന മാറ്റം സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായി. പ്രശ്നം പരിഹരിക്കാൻ സ്ഥാനാർത്ഥിയോ പാർട്ടിയോ ശ്രമിക്കാതിരുന്നത് മുന്നണിയെ തോൽവിയിൽ കൊണ്ടെത്തിച്ചു.
കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥി എത്തിയതോടെ LDF കേന്ദ്രങ്ങൾ ഇരട്ടി ഊർജ്ജത്തിൽ പ്രവർത്തിച്ചതും UDFന്റെ തോൽവിക്ക് വേഗം കൂട്ടി. ചിറ്റൂരിലും വടക്കാഞ്ചേരിയിലും മാത്രമാണ് രമ്യ ഹരിദാസിന് നേരിയ ഭൂരിപക്ഷമെങ്കിലും നേടാനായത്. LDFന്റെ കനത്ത കോട്ടകളിൽ വലിയ ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല എങ്കിലും രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം വിജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ ഉറപ്പിച്ചിരുന്നു. ഇതിനു പുറമെ NDA സ്ഥാനാർത്ഥി മുൻതവണത്തേക്കാൾ 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയതും തിരിച്ചടിയായത് UDFനാണ്. മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രമ്യയുടെ തോൽവി വ്യക്തമാക്കി. മണ്ഡലത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് UDFനും കോൺഗ്രസിനും വലിയ തിരിച്ചടിയാകും. ആലപ്പുഴയിൽ നിന്ന് LDFന്റെ ഏക സീറ്റ് ആലത്തൂരിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന് നഷ്ടമായത് 2019 ആവർത്തനമാണ്. 24 കൊച്ചി. തോൽവിക്ക് പിന്നാലെ ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ പാലക്കാട് DCC. രമ്യ ഹരിദാസിന്റെ പരാജയത്തിൽ നേതൃത്വത്തിന് പിഴവില്ലെന്നും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവുകളാണ് വെല്ലുവിളിയായതെന്നും DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. മുതിർന്ന നേതാക്കൾ അടക്കം നിർദ്ദേശിച്ച കാര്യങ്ങൾ സ്ഥാനാർത്ഥി വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ലെന്നും A. തങ്കപ്പൻ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന പാലക്കാട് മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തെ ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് DCC അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ. നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം. എന്നിരിക്കെയും ആലത്തൂർ കൈവിട്ടത് പാർട്ടിക്ക് നേരിയ രീതിയിലുള്ളൊരു വെല്ലുവിളിയും തിരിച്ചടിയുമാണ്. VD സതീശൻ തന്നെ കാൻഡിഡേറ്റിൻ്റെ അടുത്ത് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അത് പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഈ തോൽവി എന്ന് പറയാൻ പറ്റുമോ? 100% അതിൽ VD സതീശൻ മാത്രമല്ല, VD സതീശൻ പ്ലസ് മറ്റു നേതാക്കന്മാരൊക്കെ നമ്മുടെ പോരായ്മ തിരുത്താൻ പറഞ്ഞിരുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷെ അതൊക്കെയാണെങ്കിൽ 100% ഞാൻ ഇപ്പോഴും പറയും 100% ജയിക്കും. അത് സംഘടന കുറവല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് സംഘടനയുടെ ശക്തി കുറവ് കൊണ്ടല്ല അവിടെ തോറ്റത്. തങ്കപ്പൻ, ഇപ്പോൾ സംഘടനയുടെ കുറവുണ്ടല്ല എന്ന് പറയുമ്പോൾ പിന്നെയുള്ളത് സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് ചില വീഴ്ചകൾ ഉണ്ടായി എന്ന് മുതിർന്ന നേതാക്കൾ തന്നെ പരാതിപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണോ ഈ തോൽവിയിലേക്ക് നയിച്ചത്? ചില കാര്യങ്ങളിൽ അവർ തിരുത്തേണ്ടതുണ്ടായിരുന്നു. അതിൻ്റെ കുറവാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വിശ്വാസം. പക്ഷേ സംഘടന പാലക്കാട് ജില്ല 4 നിയമമുണ്ടോ അവർ ആ നിയമം, പക്ഷേ 2 ലീഡാണ്. പിന്നെ തരൂർ വരെ AB ഗോപിനാഥിൻ്റെ നിലപാടൊക്കെ പറഞ്ഞിട്ടും അവിടെ 800 വോട്ടിൻ്റെ പുറകിൽ നമ്മളുള്ളൂ. അതാണ് ചോദിക്കാൻ വന്നത്. AB ഗോപിനാഥിന്റെ നിലപാട് പെരിങ്ങോട്ട് കുറിച്ചിയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് തിരിച്ചടിയായിട്ട് ബാധിച്ചിട്ടില്ല. ഒരു 800 വോട്ട് പറഞ്ഞ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ചു അവർ നടന്നിട്ടൊന്നുമില്ല. ഞാൻ ആരും കുറ്റം പറയാൻ ചെറുതായി കാണുന്നില്ല. ആലത്തൂരിലെ തോൽവി DCC പഠിക്കുമോ? അക്കാര്യത്തിലൊരു 100% ആലത്തൂർ പഠിക്കണമല്ലോ, തിരുത്തണമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾക്ക് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് ഒരു പാർട്ടിയുടെ ഒരു ബാധ്യതയാണ്. എവിടെയാണ് പോരായ്മ, അത് തിരുത്തി മുന്നോട്ട് പോകും. കേരളത്തിൽ മുഴുവൻ സീറ്റ് കിട്ടുമ്പോൾ ഒരു CPMന് പോയി വേണം ആലത്തൂർ എന്നുള്ളത് എനിക്ക് ദുഃഖമുണ്ട്. കാരണം ആലത്തൂരായി പോയല്ലോ നമുക്ക് നഷ്ടപ്പെട്ടത്, അത് കിട്ടിയ സീറ്റ്. അതുകൊണ്ടൊരു ദുഃഖമുണ്ട്, ഇല്ലായെന്നൊരു. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാരായ ഷാഫി പറമ്പിൽ, മന്ത്രി K. രാധാകൃഷ്ണൻ എന്നിവർ വിജയിച്ചതോടെ ഇനി മുന്നണികളുടെ മുഴുവൻ ശ്രദ്ധയും 2 മണ്ഡലങ്ങളിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ്. പാലക്കാട് അനൌദ്യോഗിക സ്ഥാനാർത്ഥി ചർച്ചകൾ UDF ഇതിനോടകം ആരംഭിച്ചു. ചേലക്കരയിൽ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. നഗരസഭ ഭരിക്കുന്ന BJP നിയമസഭയിൽ പ്രതിനിധി എത്തിക്കാനുള്ള സുവർണാവസരം കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കൂട്ടിക്കിഴിക്കലുകളും കൂടിയാലോചനകളും എല്ലാം കഴിയും മുമ്പേ മുന്നണികൾക്ക് ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് കടന്നേ മതിയാകൂ. പാടെ തകർന്ന LDFന് പാലക്കാടും ചേലക്കരയും നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നം കൂടിയാണ്. പാർട്ടി വോട്ടുകൾ ഏറെയുള്ള മണ്ഡലമെങ്കിലും BJP വളർച്ച കൂടി കണക്കിലെടുക്കുമ്പോൾ പാലക്കാട് LDFന് ബാലികേറാമല തന്നെയാണ്. UDFന് സീറ്റ് നഷ്ടമായാൽ പഴിയത്രയും ഷാഫി പറമ്പിലിനും നേതൃത്വത്തിനുമാകും. അതുകൊണ്ട് തന്നെ ശക്തമായ യുവമുഖത്തെ മണ്ഡലത്തിലിറക്കാനാണ് നേതാക്കളുടെ ആലോചന. ഷാഫി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ജില്ലാ ഘടകത്തിന് അതൃപ്തിയുണ്ട്. ഈ സാഹചര്യത്തിൽ VT ബൽറാമിനോ P. സരിനോ നറുക്ക് വീഴാൻ സാധ്യതയേറെയാണ്. അത് 100% UDFന് അനുകൂലമായിട്ടുള്ള കോൺസ്റ്റൻസിയാണ്. അതൊരിക്കലും ആർക്കും BJPക്കോ CPMനും നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത UDFന്റെ ശക്തമായിട്ടുള്ള ഒരു കോൺസ്റ്റൻസിയാണ്. അവരുടെ അഭിപ്രായം കേട്ടിട്ടായിരിക്കും KPCC തീരുമാനിക്കുന്നത് വിചാരിക്കുന്നു. ആ KPCC അതിനനുസരിച്ച് ജയിക്കാവുന്ന ആളെ നോക്കി ഇവിടുത്തെ ജനങ്ങളുടെ വികാരം നോക്കി തീരുമാനിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ഇടത് ശക്തി കേന്ദ്രമായ ചേലക്കരയിൽ മണ്ഡലം നിലനിർത്താനാകുമെന്ന് തന്നെയാണ് LDF പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം ശക്തമായിരിക്കെ ആഞ്ഞു പിടിച്ചാൽ ജയിച്ചു കയറാമെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. ആലത്തൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ MP രമ്യ ഹരിദാസിന്റെ പേര് തന്നെയാണ് സംവരണ മണ്ഡലമായ ചേലക്കരയിലെ പട്ടികയിൽ ഒന്നാമത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയെ തുടർന്നുള്ള സഹതാപ തരംഗം
വോട്ടായി മാറുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടൽ. മുൻ MLA UR പ്രദീപിന്റെ പേരാണ് LDFന്റെ പരിഗണനയിലെത്തുക. UR പ്രദീപിന്റെ ജനപ്രീതിയിൽ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസം ഇടതു ക്യാമ്പിനുണ്ട്. ചേലക്കര, പാഞ്ഞാൾ, വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര, വരവൂർ, ദേശമംഗലം തുടങ്ങി ഭൂരിഭാഗം പഞ്ചായത്തും ഭരിക്കുന്നത് LDF ആണ്. പഴയന്നൂർ, തിരുവില്ലാമല, കൊണ്ടാഴി എന്നിങ്ങനെ 3 പഞ്ചായത്തുകൾ മാത്രമാണ് UDFനുള്ളത്. അതിനാൽ തന്നെ മണ്ഡലം കൈവിട്ടു പോകില്ലെന്ന കണക്കുകൂട്ടലിലാണ് LDF. 24 പാലക്കാട്. ഇത്തവണയും പൊന്നാനിയിൽ LDFന്റെ പരീക്ഷണം ഏറ്റില്ല. UDF സ്ഥാനാർത്ഥി MP അബ്ദുസമദ് സമദാനി 2,35,760 എന്ന ചരിത്ര ഭൂരിപക്ഷമാണ് നേടിയത്. സമസ്ത ലീഗ് തർക്കങ്ങൾ മുതലെടുത്ത് വോട്ടാക്കാനാകുമെന്ന LDF തന്ത്രവും തകർന്നടിഞ്ഞു. സമസ്തയിലെയും മുസ്ലിം ലീഗിലെയും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലക്ഷ്യം വെച്ചുള്ള ഇടതു പ്രചാരണം കൊണ്ട് കാര്യമുണ്ടായില്ല. 2019 ET മുഹമ്മദ് ബഷീറിന്റെ 1,93,273 എന്ന ഭൂരിപക്ഷ സംഖ്യയും അബ്ദുസമദ് സമദാനി മറികടന്നതോടെ ലീഗ് കേന്ദ്രങ്ങൾ പോലും ഞെട്ടി. ഇത്ര ഭൂരിപക്ഷം നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കണക്കുകൂട്ടലും ഒക്കെ നടന്നപ്പോഴും നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയം ഉണ്ടാവും എന്ന് കണക്കാക്കിയിരുന്നു. ഇത്ര വലിയ ഭൂരിപക്ഷം പൊന്നാനിയുടെ ഒരു ഘടന വെച്ച് കണക്കാക്കൂട്ടാൻ സാധ്യതയില്ല. സമദാനിയുടെ മൃഗീയ ഭൂരിപക്ഷം സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ വായടപ്പിച്ചു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും LDFന് മേൽക്കൈ നേടാനായില്ല. തിരുവരങ്ങാടിയും കോട്ടക്കലും തിരൂരും ലീഗിന് വൻ ലീഡ് നൽകിയപ്പോൾ LDFന്റെ ശക്തി കേന്ദ്രമായ പൊന്നാനി 15,416 വോട്ടിന്റെ ലീഡ് UDFന് നൽകി. ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകുമെന്ന സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ പരസ്യ പ്രചാരണത്തിന് മുന്നിൽ വാശിയോടെ ലീഗിന്റെ താഴെത്തട്ട് വരെ ഉണർന്ന് പ്രവർത്തിച്ചത് UDFന് ഗുണം ചെയ്തു. KS ഹംസയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടിക്കകത്തുണ്ടായ നീരസം വോട്ടിലും പ്രകടമായെന്നാണ് വിലയിരുത്തൽ. പോളിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയായതും LDFനാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. SDPI വെൽഫെയർ പാർട്ടി വോട്ടുകളും UDFന് ലഭിച്ചെന്നാണ് സൂചന. അതേസമയം 1,24,798 വോട്ടുകൾ NDA സ്വന്തമാക്കി. മുൻപത്തേതിനേക്കാൾ 15,000-ഓളം വോട്ടുകളുടെ വർധനയുണ്ടായി. പൊന്നാനിയിലെ തോൽവി UDF തരംഗത്തിന്റെ ഭാഗമാണെന്ന ഇടതുവാദത്തെ മറികടക്കുന്നതാണ് സമദാനിയുടെ മൃഗീയ ഭൂരിപക്ഷം. സമീർ ബിൻ കരീം, 24 തിരൂർ. വോട്ടെണ്ണലിന്റെ 3/4 പങ്ക് സമയവും NDAയുടെ മുന്നേറ്റം. അവസാന ഘട്ടത്തിൽ UDFന്റെ തിരിച്ചുവരവ്. ഒടുവിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ 4 തവണ വിജയിക്കുന്ന ആദ്യ വ്യക്തിയായി ഡോക്ടർ ശശി തരൂർ. BJPയുടെ കുതിപ്പിലും ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച ഘടകങ്ങൾ നിരവധിയാണ്. 2014 15,470 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് BJPയുടെ O രാജഗോപാലിനെ തോൽപ്പിച്ചതെങ്കിൽ ഇത്തവണ ശശി തരൂരിന്റെ ഭൂരിപക്ഷം 16,077 വോട്ടായി ഉയർന്നു. 2009 99,998 വോട്ടുകളുടെയും 2019 99,989 വോട്ടുകളുടെയും ഭൂരിപക്ഷമാണ് തരൂരിന് ലഭിച്ചത്. ശശി തരൂരിന് 3,58,155 വോട്ടും രാജീവ് ചന്ദ്രശേഖറിന് 3,42,078 വോട്ടും ലഭിച്ചപ്പോൾ ഇടതു സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന് കിട്ടിയത് 2,47,648 വോട്ടുകളാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥി മുൻതൂക്കം നേടിയപ്പോൾ തിരുവനന്തപുരം, പാറശാല, നെയ്യാറ്റിൻകര, കോവളം മണ്ഡലങ്ങളിൽ UDFനായിരുന്നു മേൽക്കൈ. ഒരു അസംബ്ലി മണ്ഡലത്തിലും LDFന് മുന്നിലെത്താനായില്ല. 2019 തിരഞ്ഞെടുപ്പിൽ നേമത്ത് മാത്രമാണ് BJPക്ക് മുന്നിലെത്താനായത്. അന്ന് 3 വീതം മണ്ഡലങ്ങളിൽ NDAയും LDFും 2ാം സ്ഥാനത്തെത്തിയിരുന്നു. കഴിഞ്ഞ തവണ ഇടതു സ്ഥാനാർത്ഥി C ദിവാകരന് ലഭിച്ച അത്രയും വോട്ട് ഇക്കുറി പന്ന്യന് കിട്ടിയില്ല എന്നതും ശ്രദ്ധേയമാണ്. നഗരമണ്ഡലങ്ങളിലെ ചില ഭാഗങ്ങൾ ശശി തരൂരിനെ കൈവിട്ടപ്പോൾ വലിയതുറ, ഭീമാപ്പള്ളി, പൂന്തുറ, പാറശാല നിയമസഭാ മണ്ഡലത്തിലെ കുന്നത്തുകാൽ, കാരക്കോണം, ആനപ്പാറ, കോവളത്തെ കാഞ്ഞിരംകുളം, പുല്ലുവിള, പുതിയതുറ, പൂവാർ തുടങ്ങിയ മേഖലകൾ ചേർത്തുപിടിച്ചു. 24 തിരുവനന്തപുരം. LDFന്റെ ഉരുക്ക് കോട്ടകൾ പോലും തകർത്താണ് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ മിന്നും വിജയം. പാർട്ടി ചിഹ്നത്തിലെ മത്സരവും കേരള കോൺഗ്രസ് എമ്മിന്റെ വരവും LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനെ തുണച്ചില്ല. 2019 വോട്ട് വിഹിതം കൂട്ടാനായത് NDAയ്ക്ക് നേട്ടമായി. ഇടുക്കിയിലെ മനുഷ്യ വന്യജീവി സംഘർഷവും ഭൂപ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി UDF നേരിട്ട തെരഞ്ഞെടുപ്പ്. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ വികാരങ്ങളെ മറികടക്കാനുള്ള LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ നീക്കങ്ങൾ വോട്ടായി മാറിയില്ല. വോട്ടെണ്ണലിൽ ഡീൻ കുര്യാക്കോസിന് സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ പോലും ലീഡ് മറികടക്കാൻ ജോയ്സിന് കഴിഞ്ഞില്ല.
ഈ മഹാവിജയം ഇന്ത്യയിലെ ജനാധിപത്യ മതേതര പോരാട്ടത്തിന് കരുത്തു പകരുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടുക്കിയിലെ ജനങ്ങളുടെ വലിയ സംഭാവനയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഈ നാടിനോടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ തീർത്താൽ തീരാത്ത വിരോധം, അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഈ മഹാവിജയത്തിന് പിന്നിലുള്ളത് എന്നുകൂടി ഞാൻ വിശ്വസിക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയായ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലും ഡീന്റെ ലീഡ് 15,000 കടന്നു. പോളിംഗ് ശതമാനത്തിലുണ്ടായ വൻ ഇടിവും മറികടന്ന് ഡീൻ കുര്യാക്കോസിന്റെ 1,33,727 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനെ ഞെട്ടിച്ചു. പാർട്ടി വോട്ടുകൾ ചോർന്നു എന്നതുൾപ്പെടെ പരിശോധിക്കുമെന്നാണ് CPIM നേതൃത്വത്തിന്റെ നിലപാട്. പാർട്ടി വോട്ടുകൾ ചോർന്നിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇലക്ഷനിൽ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോളിംഗിൽ ഞങ്ങളുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ടോ, എന്താണ് പറ്റിയതെന്ന് പരിശോധിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. 13,000 വോട്ടുകളിലധികം നേടി NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ നില മെച്ചപ്പെടുത്തി. പാർലമെന്റ് മണ്ഡലത്തിൽ 76,000 വോട്ടാണെന്നാണ് എൻ്റെ അറിവ്. അതിൽ നിന്ന് മെച്ചപ്പെട്ട സംഖ്യയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇടുക്കി മണ്ഡലത്തിൽ, പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ കുറച്ചും കൂടി പരിചയമായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഭരണവിരുദ്ധ വികാരം അലതല്ലിയ തെരഞ്ഞെടുപ്പിൽ 9,519 വോട്ട് നോട്ടയ്ക്കും കിട്ടി. അതേസമയം LDFന്റെ കനത്ത തോൽവി വരും ദിവസങ്ങളിലും ചർച്ചയാകും. 24 ഇടുക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇന്ന് തൃശൂരിലേക്ക് എത്തുകയാണ്. തിരുവനന്തപുരത്ത് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിലെത്തുന്ന സുരേഷ് ഗോപിയെ BJP പ്രവർത്തകർ കാറുകളുടെ അകമ്പടിയോടെ തൃശൂരിലെത്തിക്കും. തൃശൂർ സ്വരാജ് റോഡിൽ സുരേഷ് ഗോപി റോഡ് ഷോ നടത്തും. സൂരജ് സജിയുണ്ട് വിവരങ്ങളുമായി. ഇപ്പോൾ തൃശൂരിൽ നിന്ന് സൂരജ്, എപ്പോഴാണ് സുരേഷ് ഗോപി എത്തുക? ഉന്മേഷ്, മിന്നും വിജയത്തിലുള്ള ആഹ്ലാദം അത് വലിയ രീതിയിൽ പങ്കുവെക്കാൻ തന്നെയാണ് BJP ക്യാമ്പ് ഒരുങ്ങുന്നത്. ഇന്നലെ വൈകുന്നേരമെല്ലാം തൃശൂർ നഗരത്തിൽ വലിയ വിജയാഹ്ലാദ പ്രകടനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആണ് സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുന്നത്. അതൊരു ഉത്സവ പ്രതീതിയാക്കി മാറ്റാനുള്ള ഒരു നീക്കത്തിലാണ് BJP പ്രവർത്തകർ. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തുന്ന സുരേഷ് ഗോപിയെ കാറുകളുടെ അകമ്പടിയോടുകൂടിയായിരിക്കും തൃശൂർ നഗരത്തിലേക്ക് എത്തിക്കുക. പിന്നീട് തൃശൂർ നഗരത്തിൽ ഈ നടുവിലാലിന് ചുറ്റും ഈ പ്രകടനമായി തന്നെ പോയി, കാൽനട പ്രകടനമായി തന്നെ പോയി കോർപ്പറേഷന് മുന്നിൽ അത് സമാപിക്കുന്ന തരത്തിലാണ് ആലോചിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഇതിന് പിന്നാലെ സുരേഷ് ഗോപി 7 മണ്ഡലങ്ങളിലും റോഡ് ഷോ നടത്തും. ബൈക്ക് റാലി ഉൾപ്പെടെ സുരേഷ് ഗോപിയെ അനുഗമിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ കനത്ത തോൽവിയിൽ LDF ക്യാമ്പും UDF ക്യാമ്പും വലിയ രീതിയിലുള്ള ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൽ തന്നെ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് ഒരു വിഭാഗം നേതാക്കൾ തോൽവിയിലേക്ക് നയിച്ചു എന്നൊരു ആരോപണം അത് K മുരളീധരനും ശക്തമായി ഉയർത്തുന്നുണ്ട്. അദ്ദേഹം അത് പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിൽ പോലും പരോക്ഷമായി അത് പല വേദികളിലും പറയുന്നുണ്ട്. ഇന്നലെ DCC പ്രസിഡന്റ് അടക്കം വലിയ രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ തൃശ്ശൂരിലെ സംഘടനാ പ്രശ്നങ്ങളെ സംബന്ധിച്ച് KPCC അധ്യക്ഷനോടും പ്രതിപക്ഷ നേതാവിനോടും അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്ന് താൻ പൊതുപ്രവർത്തനം തന്നെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് എന്ന് K മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് UDF പോകുന്നു. അതോടൊപ്പം തന്നെ LDFനെ സംബന്ധിച്ച് അവരുടെ ഉരുക്കുകോട്ടകളിലടക്കം BJP കടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിയന്തരമായി അത് പുനഃപരിശോധിക്കുന്ന നടപടികളിലേക്ക് ഇടത് ക്യാമ്പും കടക്കും. ഉന്മേഷ്. ശരി സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന്. മാവേലിക്കര മണ്ഡലം ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് നിലനിർത്തിയെങ്കിലും ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞത് UDF ക്യാമ്പിനെ അസ്വസ്ഥരാക്കി. മണ്ഡലത്തിൽ 4ാം വിജയം നേടിയ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 50,000-ൽ അധികം വോട്ടുകളുടെ കുറവാണ് ഉണ്ടായത്. LDF സ്ഥാനാർത്ഥി CA അരുൺകുമാറും കൊടിക്കുന്നിൽ സുരേഷും തമ്മിൽ മണ്ഡലത്തിൽ നടന്നത് കടുത്ത പോരാട്ടമായിരുന്നു. 4ാം തവണയും മാവേലിക്കര സീറ്റ് ഉറപ്പിച്ചെങ്കിലും അത്ര സുഖമുള്ള വിജയമല്ല ഈ തെരഞ്ഞെടുപ്പ് കൊടിക്കുന്നിലിന് സമ്മാനിച്ചത്. എന്നും സ്വാധീനിച്ചിരുന്ന ചെങ്ങന്നൂർ, പത്തനാപുരം നിയോജകമണ്ഡലങ്ങളിൽ UDFന് നേരിയ ഭൂരിപക്ഷം മാത്രം. വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച കുന്നത്തൂരും കൊട്ടാരക്കരയും UDFനെ കൈവിട്ടു. ശക്തികേന്ദ്രമായ ചങ്ങനാശ്ശേരിയിലെ 16,450 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കൊടിക്കുന്നിലിനെയും UDFനെയും തുണച്ചത്. കൊടിക്കുന്നിൽ 3,69,516 വോട്ടുകൾ നേടിയപ്പോൾ LDF സ്ഥാനാർത്ഥി CA അരുൺകുമാർ 3,58,648 വോട്ടുകളുമായി തൊട്ടു പിന്നിലെത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 61,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വൻ വിജയം നേടിയ കൊടിക്കുന്നിലിന്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം വെറും 10,868 വോട്ടുകൾ. മാവേലിക്കര, കുന്നത്തൂർ, കൊട്ടാരക്കര മണ്ഡലങ്ങൾ ഇത്തവണ LDFനൊപ്പം നിന്നു. യുവ സ്ഥാനാർത്ഥിയെന്ന LDF പ്രചരണം വോട്ടെണ്ണി തീരുന്നതുവരെ UDFന് വെല്ലുവിളിയായി തന്നെ തുടർന്നു.
ഭൂരിപക്ഷം കുറഞ്ഞെങ്കിലും പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയിച്ചെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത്, ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ 60,000 വോട്ടേ ലഭിച്ചുള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഈ ലോക്സഭാ മണ്ഡലം, മാവേലിക്കര ലോക്സഭാ മണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ വേണ്ടിയുള്ള ഭാഗത്തിനാണ് ഈ ലോക്സഭാ മണ്ഡലം ഉണ്ടാക്കിയിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ഇത്തവണ മണ്ഡലത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1,42,984 വോട്ടുകൾ നേടിയ ബൈജു കലാശാല 7,000-ഓളം വോട്ടുകളുടെ വർധനയാണ് ഉണ്ടാക്കിയത്. അതേസമയം LDF-നും UDF-നും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ കുറയുകയും ചെയ്തു. 24 മാവേലിക്കര. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് നേട്ടം സംസ്ഥാനത്താകെ BJPക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 3ാം സ്ഥാനത്തായെങ്കിലും മണ്ഡലത്തിലുണ്ടായ മുന്നേറ്റം അപ്രതീക്ഷിതമാണ്. വോട്ട് ചോർച്ച പഠിക്കാൻ LDF-ഉം UDF-ഉം തയ്യാറായില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. സംസ്ഥാനത്ത് ത്രികോണ മത്സരം അതിന്റെ എല്ലാ സൗന്ദര്യത്തിലും നടന്നത് ആറ്റിങ്ങലിലാണ്. അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച്. രാവിലെ 8-ന് ആരംഭിച്ച വോട്ടെണ്ണൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനമായി മാറാൻ രാത്രി 11 വരെ കാത്തിരിക്കേണ്ടി വന്നു. 684 വോട്ടിന് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് കഷ്ടിച്ചു കടന്നുകൂടി. അപ്പോഴും ഉണ്ടായത് വലിയ വോട്ട് ചോർച്ച. കഴിഞ്ഞ തവണ 3,80,995 വോട്ട് നേടിയ അടൂർ പ്രകാശിന് ഇത്തവണ നേടാൻ കഴിഞ്ഞത് 3,28,051 വോട്ട് മാത്രം. പൊതുവെ ഇടതുമണ്ഡലമായ ആറ്റിങ്ങൽ തിരികെ പിടിക്കാൻ വിജോയ്ക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, വോട്ട് ചോർച്ചയുമുണ്ടായി. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 15,000-ലധികം വോട്ട് നഷ്ടമായി. കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതും തിരിച്ചടിയായി. 2014-ൽ 10% വോട്ട് മാത്രമുണ്ടായിരുന്ന BJP മണ്ഡലത്തിലെ നിർണായക ശക്തിയായി. 3,11,779 വോട്ടുകൾ നേടി വി മുരളീധരൻ കരുത്തറിയിച്ചു. ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തതും ശ്രദ്ധേയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുനില തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിച്ചാൽ BJPക്ക് വലിയ സർപ്രൈസുകൾ ഒരുക്കാൻ കഴിയും. എന്നാൽ അതിനെ ചെറുക്കാൻ UDF-ഉം LDF-ഉം ഇപ്പോഴേ പണി തുടങ്ങിയിട്ടുണ്ട്. ഇനി ബൂത്തുതലത്തിലെ കണക്കെടുത്ത് പഠിച്ച് തദ്ദേശപ്പോരിന് ഒരുങ്ങുകയാവും മുന്നണികളുടെ അടുത്ത നീക്കം. സലിം മാലിക്, 24 തിരുവനന്തപുരം. ജയിച്ചു കയറിയെങ്കിലും ഭൂരിപക്ഷത്തിലും വോട്ട് കണക്കിലും വലിയ ഇടിവാണ് ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ നേരിട്ടത്. ഇടതുപക്ഷത്തിനാവട്ടെ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയും. 7-ൽ 2 നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് പ്രൊഫസർ C രവീന്ദ്രനാഥിന് മുന്നേറാനായത്. 1 ലക്ഷത്തിലധികം വോട്ടുകൾ സമാഹരിച്ച് 2020-യുടെ മുന്നേറ്റത്തിൽ പകച്ചിരിക്കുകയാണ് മുന്നണികൾ. 63,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്താനായെങ്കിലും അത്ര മധുരമുള്ളതല്ല ബെന്നി ബെഹനാന്റെ വിജയം. ഭൂരിപക്ഷവും കുറഞ്ഞു, വോട്ടും കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 80,000-ഓളം വോട്ടുകളാണ് ഇല്ലാതായത്. 7-ൽ 5 നിയമസഭാ മണ്ഡലങ്ങളിലും മുന്നേറാനായതാണ് ആശ്വാസം. കയ്പമംഗലം, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് LDF-ന് പിടിച്ചു നിൽക്കാനായത്. അവശേഷിക്കുന്ന ഇടതുമണ്ഡലമായ കുന്നത്തുനാട്ടിൽ നേരിട്ടത് വമ്പൻ തിരിച്ചടി. ആകെ നഷ്ടപ്പെട്ടത് 10,000-ലധികം വോട്ടുകൾ. ഇരു മുന്നണികൾക്കും വെല്ലുവിളിയായത് 2020 തന്നെ. ചാർലി പോളിലൂടെ നേടിയത് 1,05,642 വോട്ടുകളാണ്. വോട്ട് വിഹിതത്തിലുണ്ടായ വന്നിടിവ് ഗൗരവമായാണ് UDF കാണുന്നത്. പ്രൊഫസർ C രവീന്ദ്രനാഥിനെ പോലെ കരുത്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടും പാർട്ടി കോട്ടകളിൽ പോലും പിന്നിലായതിൽ കടുത്ത അമർഷമാണ് LDF-ലുള്ളത്. 50,000-ഓളം വോട്ടിന്റെ ഇടിവ് NDA-യ്ക്കുമുണ്ടായി. 2020-യുടെ മുന്നേറ്റത്തിൽ മുന്നണികൾ അമ്പരപ്പിലാണ്. 24 കൊച്ചി. UDF-ന്റെ ഉരുക്കുകോട്ടയായി എറണാകുളം ലോക്സഭാ മണ്ഡലം. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു ഹൈബി ഈഡന്റെ വിജയം. ഇടതുപക്ഷത്തിനാകട്ടെ വോട്ട് വിഹിതത്തിൽ വലിയ ഇടിവാണ് ഉണ്ടായത്. എറണാകുളത്ത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ഹൈബി ഈഡന് 2.5 ലക്ഷം വോട്ടിന്റെ ചരിത്ര വിജയം. 2019-ൽ P രാജുവിനെ 1,69,000 വോട്ടിന് പരാജയപ്പെടുത്തിയ സ്വന്തം റെക്കോർഡാണ് ഹൈബി തിരുത്തിയത്. മതസാമുദായിക ഘടകങ്ങളും വ്യക്തിപ്രഭാവവും അനുകൂല ഘടകങ്ങളായി. വിജയമില്ലെങ്കിലും KJ ഷൈൻ ശക്തമായ മത്സരം കാഴ്ചവെക്കുമെന്നായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. എന്നാൽ ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തന്നെ ആ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു. 2019-ൽ P രാജീവ് നേടിയത് 3,22,110 വോട്ട്. ഇത്തവണ KJ ഷൈനിൽ ലഭിച്ചതാകട്ടെ 2,31,932 മാത്രം. സ്ഥാനാർത്ഥിയെ നഗരമേഖലയിലെ വോട്ടർമാർക്കിടയിൽ പരിചയപ്പെടുത്താൻ CPIM ബുദ്ധിമുട്ടിയിരുന്നു. കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത NDA സ്ഥാനാർത്ഥി KS രാധാകൃഷ്ണന് സ്വന്തം നാട്ടിൽ കരുത്ത് കാട്ടാൻ കഴിഞ്ഞില്ല. 2020-ൽ 2020 സ്ഥാനാർത്ഥി 39,808 വോട്ടുകൾ നേടി. 2019-നേക്കാൾ 10% പോളിംഗ് കുറവായിരുന്നു ഇത്തവണ. എന്നിട്ടും ഹൈബി ഈഡൻ ചരിത്ര ഭൂരിപക്ഷം നേടിയെങ്കിൽ ഇടതു വോട്ടുകൾ UDF ക്യാമ്പിൽ എത്തിയെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. 24 കൊച്ചി.
അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങി പോരാട്ടം നയിച്ചിട്ടും തകർന്നടിഞ്ഞ ആം ആദ്മി പാർട്ടി പ്രതീക്ഷ വെച്ച മണ്ഡലങ്ങളിൽ പോലും കനത്ത പരാജയം. ജയിൽ കാ ജവാബ് വോട്ട്സെ എന്ന പ്രചാരണ വാക്യത്തിന് മറുപടി നൽകാതെ ഡൽഹി ജനത. പഞ്ചാബിലും സീറ്റ് നിലയിൽ ആം ആദ്മി താഴെയായി. ഹരിയാനയിൽ മത്സരിച്ച ഒരു സീറ്റിൽ പരാജയപ്പെട്ടു. 2014 19 ഇത്തവണയും ആവർത്തിക്കുകയാണ് ഡൽഹിയിൽ. 7 സീറ്റിലും ബിജെപിയുടെ ഏകാധിപത്യം. കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ പ്രതിപക്ഷം മാറ്റങ്ങൾ പരീക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഡൽഹി നിയമസഭയിൽ തുടർച്ചയായ വിജയം നേടുന്ന ആം ആദ്മി പാർട്ടി ഈ പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ വെച്ചിരുന്നു. ഒറ്റയ്ക്ക് മത്സരിക്കാതെ കോൺഗ്രസുമായി ചേർന്ന് ഇന്ത്യ മുന്നണി എന്ന നിലയിൽ ബിജെപിക്കെതിരെ പോരാട്ടത്തിനിറങ്ങി. ധാരണപ്രകാരം 4 ആം ആദ്മിയും 3 കോൺഗ്രസുമായിരുന്നു മത്സരിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയത് നേട്ടമാകുമെന്ന് വിചാരിച്ച ആം ആദ്മിയുടെ കണക്കുകൂട്ടലും പിഴച്ചു. ജയിൽ കാ ജവാബ് വോട്ട് സെ എന്ന പ്രചാരണ മുദ്രാവാക്യം ഒരിടത്തുമേറ്റില്ല. ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തെത്തിയ കെജ്രിവാളിന്റെ പ്രചാരണം നേരിയ ചലനം പോലും ഒരു സീറ്റിലും സൃഷ്ടിച്ചില്ല. കെജ്രിവാൾ റാലികളിൽ കണ്ട ജനക്കൂട്ടത്തെ വോട്ടാക്കി മാറ്റാനും പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഡൽഹിക്ക് പുറത്ത് പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലും വെറും 3 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ മത്സരിച്ചെങ്കിലും അവിടെയും പരാജയപ്പെട്ടു. പൊതുതെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം വിശദീകരിക്കുവാൻ കൂടി പാർട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അഴിമതി ആരോപണങ്ങളാണ് തിരിച്ചടിയായത്. 2 സംസ്ഥാനങ്ങളിലെ നിയമസഭയിൽ ആധിപത്യമുള്ള ആം ആദ്മിക്ക് ലോക്സഭയിൽ ഇതുവരെയും മുന്നേറ്റമുണ്ടായിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടൽ ആം ആദ്മി പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദുവായി. ബിജെപി ആകട്ടെ കെജ്രിവാൾ സർക്കാരിനുള്ളിലെ അഴിമതി ആരോപണങ്ങൾക്ക് ഊന്നൽ നൽകി. 24 ഡൽഹി. മദ്യനയക്കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. ഡൽഹി റൌസൗന്യ കോടതിയാണ് വിധി പറയുക. ആർ രാധാകൃഷ്ണനുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആർക്ക് എപ്പോൾ ഈ വിധിയുണ്ടാകുമെന്നാണ്? രാവിലെ 11 മണിക്ക് കോടതി ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വിധി പറയാനുള്ള കാര്യങ്ങൾ കോടതി കേസ് പരിഗണിച്ചു കഴിഞ്ഞാലും ഉച്ചക്കലത്തേക്ക് മാറ്റിവെക്കുകയാണ് പതിവ്. ഉച്ചയ്ക്ക് കോടതി കൂടുന്ന സമയത്തായിരിക്കും വിധി പറയുക. എന്നാൽ അരവിന്ദ് കെജ്രിവാളിന്റെ കേസിന് ഒരു പ്രത്യേക പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് കോടതിയുടെ തീരുമാനം എന്നുള്ളത് കോടതി ചേർന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാനായി സാധിക്കുകയുള്ളൂ. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പാണ്. ഇഡി ശക്തമായിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യ ഹർജിയെ എതിർത്തിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ ഇഡി ഇതിന് പറയുന്നുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് നേരിട്ട് പങ്കുണ്ട്. അരവിന്ദ് കെജ്രിവാളാണ് ഈ കേസിലെ ആസൂത്രകൻ. ആസൂത്രകന് ഇങ്ങനെ ജാമ്യം അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേസിന്റെ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും ബാധിക്കും എന്നതടക്കമുള്ള കാര്യമാണ് ഇന്ന് ഇഡി വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇന്ന് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിധി കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഡൽഹിയിലെ 7 സീറ്റും നഷ്ടമാകുന്ന ഒരു സാഹചര്യം അരവിന്ദ് കെജ്രിവാൾ പുറത്ത് വന്ന് പ്രചരണം നടത്തിയതിനു ശേഷവും ഉള്ള ഒരു സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് തിരിച്ചടിയായിരിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി ഈ ജാമ്യം കൂടി തള്ളപ്പെട്ട ഒരു അവസ്ഥയുണ്ടായാൽ അത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് നിലവിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാക്കും സമ്മാനിക്കുക. ശരി, ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ആന്ധ്രാപ്രദേശിൽ വൻ വിജയം നേടിയതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ TDP നേതൃത്വം നൽകുന്ന NDA സഖ്യം എൻ ചന്ദ്രബാബു നായിഡുവും പവൻ കല്യാണും ഡി പുരന്തേശ്വരിയും ഇന്ന് പ്രാഥമിക ചർച്ച നടത്തും. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ തീയതി സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും. മത്സരിച്ച സീറ്റുകളിലെല്ലാം ത്രസിപ്പിക്കുന്ന വിജയം നേടിയ ജനസേന പാർട്ടി നേതാവ് പവൻ കല്യാൺ ഉപമുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശ് നിയമസഭയിലേക്കുള്ള 175 സീറ്റുകളിൽ 164 സീറ്റ് എന്ന മാജിക് നമ്പർ NDA സഖ്യത്തിന് നേതൃത്വം നൽകുന്ന TDP പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. TDP, JSP, BJP അച്ചുതണ്ടിനെ പ്രതിപക്ഷ രാഷ്ട്രീയ സഖ്യമായി പരുവപ്പെടുത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ മുന്നണി നേതാക്കൾക്ക് 101% വിജയം അവകാശപ്പെടാം. ജഗനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വ്യാപകമായി അലയടിച്ചതാണ് വമ്പൻ വിജയത്തിന് കാരണമെന്നും TDP വിലയിരുത്തുന്നു. എന്നാൽ പ്രകടന പത്രികയിലെ 99% വാഗ്ദാനങ്ങളും നിറവേറ്റിയിട്ടും 11 സീറ്റിലേക്ക് പാർട്ടി കൂപ്പുകുത്തിയത് എങ്ങനെയെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു YSR കോൺഗ്രസ് നേതാവ് ജഗൻമോഹൻ റെഡ്ഡിയുടെ പ്രതികരണം. ചന്ദ്രബാബു നായിഡുവും ജനസേനാ പാർട്ടി നേതാവ് പവൻ കല്യാണും ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സ്ഥിരതയും കാര്യക്ഷമതയും ചടുലതയുമുള്ള മന്ത്രിസഭ വേണമെന്നുള്ളതാണ് മുന്നണിയിൽ ഉയരുന്ന ആവശ്യം. ഇരുവരും ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷ ഡി പുരന്തേശ്വരിയും ഇന്ന് വീണ്ടും കാണും. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. ഞായറാഴ്ച അമരാവതിയിൽ സത്യപ്രതിജ്ഞ നടത്താനാണ് ആലോചന. സീറ്റ് വിഭജന വേളയിൽ മുന്നണി താൽപര്യം മാനിച്ച് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ JSP നേതാവ് പവൻ കല്യാൺ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രിയാകാനാണ് സാധ്യത.
മന്ത്രിസഭാ രൂപീകരണത്തിന്റെ തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും. ചന്ദ്രബാബു നായിഡുവിനെ കൂടെ കൂട്ടിയുള്ള പരീക്ഷണം വിജയം കണ്ടതിലുള്ള ആശ്വാസത്തിലാണ് ബിജെപി ദേശീയ നേതാക്കൾ. ചന്ദ്രബാബു നായിഡുവിനെ റാഞ്ചാൻ ഇന്ത്യ മുന്നണി ശ്രമം നടത്തുന്നുവെന്ന വാർത്തകൾക്കിടെ അദ്ദേഹം ഇന്ന് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ കാണും. തുടർഭരണം ബിജെപിക്ക് അഭിമാന പ്രശ്നമായതോടെ മൂന്നാം മോദി സർക്കാരിൽ നിർണായക ശക്തിയാകാനാണ് തെലുങ്കുദേശം പാർട്ടിയുടെ നീക്കം. 24 വിജയവാഡ. പുതുച്ചേരി ഉൾപ്പെടെ തമിഴ്നാട്ടിലെ 40 സീറ്റുകളിലും വ്യക്തമായ ആധിപത്യത്തോടെയാണ് ഇന്ത്യ സഖ്യം വിജയിച്ചു കയറിയത്. ഭൂരിഭാഗം സ്ഥാനാർത്ഥികളും 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷവും നേടി. 2 സീറ്റുകളിലൊഴികെ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും അണ്ണാ DMKക്കോ NDAക്കോ എങ്ങുമെത്താനായില്ല. ഇന്ത്യ മുന്നണിയെ കരുത്തോടെ മുന്നോട്ട് നയിക്കുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. 2019 39 സീറ്റുകളിൽ ഒന്നുകൂടി വർദ്ധിപ്പിച്ച് തമിഴ്നാട് മുഴുവനും ഇന്ത്യ സഖ്യത്തിന് നൽകുമെന്നായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രഖ്യാപനം. അത് കൃത്യമായി നടപ്പാക്കി. ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലല്ല വിജയം. ഭൂരിഭാഗം മണ്ഡലങ്ങളിലും 1 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം, 5 മണ്ഡലങ്ങളിൽ 4 ലക്ഷത്തിന് മുകളിൽ. അങ്ങനെ ഒരു സമഗ്ര ആധിപത്യമാണ് തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യം തീർത്തത്. ഈ സഖ്യത്തെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. அகில இந்திய அளவில் இந்தியா கூட்டணியை ஜனநாயக சக்தி அனைவரும் சேர்ந்து உருவாக்கணும். 400 இடங்களில் வெற்றி பெறுவோம்னு சொல்லி தங்களுக்கு யாருமே எதிரியா இல்லைன்ற நினைப்புல பாஜக ஒரு பிம்பத்தை ஏற்படுத்தினாங்க. ஆட்சி அமைக்கும் தனி பெரும்பான்மைக்கு தேவையான இடங்களை கூட பெற முடியாத அளவுக்கு பாஜக இப்ப தள்ளப்பட்டிருக்கு. அது மாதிரிதான் இதுவரைக்கும் செய்திகள் வந்துகிட்டு இருக்கு. അണ്ണാ DMK സഖ്യത്തിന് ഒരു സീറ്റിൽ മാത്രമാണ് കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റിയത്. DMDKയിലെ വിജയകാന്തിന്റെ മകൻ വിജയ് പ്രഭാകർ മത്സരിച്ച വിരുദുനഗറിൽ ആദ്യ റൗണ്ടുകളിൽ മുന്നിട്ട് നിന്നുവെങ്കിലും പിന്നീട് പരാജയപ്പെട്ടു. NDA സഖ്യത്തിലും അവസ്ഥ അതുതന്നെ. പാട്ടാളി മക്കൾ കക്ഷി അധ്യക്ഷൻ അൻപുമണി രാംദാസിന്റെ ഭാര്യ സൗമ്യ രാംദാസ് മത്സരിച്ച ധർമ്മപുരിയിൽ മാത്രം അല്പനേരം ഒന്ന് പിടിച്ചു നിന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ NDA ഒഴിച്ചുകൂടാനാവാത്ത ശക്തിയായി മാറിയെന്നാണ് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് തെളിയിക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ. സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുമെന്നും അണ്ണാമല പ്രസ്താവനയിൽ പറഞ്ഞു. 8 മണ്ഡലങ്ങളിൽ BJPയും 3 മണ്ഡലങ്ങളിൽ NDA സഖ്യകക്ഷികളും 2ാം സ്ഥാനത്തെത്തിയിരുന്നു. നാടും നമതേ 40ഉം നമതേ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഈ തെരഞ്ഞെടുപ്പിൽ മുൻപോട്ട് വെച്ച മുദ്രാവാക്യം അതായിരുന്നു. തമിഴ്നാട്ടിലെ ജനത കൃത്യമായി ആ മുദ്രാവാക്യം ഏറ്റെടുത്തതോടെ ഒരു തിരിച്ചുവരവിന് അണ്ണാ DMKക്കോ തമിഴ്നാട്ടിൽ വേരുറപ്പിക്കാനുള്ള NDAയുടെ ശ്രമങ്ങളോ ഒന്നും തന്നെ നടന്നില്ല. ഇന്ത്യ മുന്നണിയെ പരമാവധി മുൻപോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ് MK സ്റ്റാലിൻ ഉറപ്പിച്ചു പറയുന്നത്. ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി, 24. പ്രഭാത വാർത്ത പൂർത്തിയാവുകയാണ്.